കൃഷിവകുപ്പിന്റെ കോൾ ഡബിൾ പദ്ധതി പ്രകാരം ഈ വർഷം രണ്ടാം പൂ കൃഷിയിറക്കിയ ജില്ലയിലെ ഏക കോൾ പാടശേഖരത്തിലെ കർഷകർ പ്രതിസന്ധിയിൽ. മഴയെ തുടർന്ന് വിളവെടുക്കാറായ നെല്ല് നശിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ചാഴൂർ കൃഷിഭവൻ പരിധിയിലെ ആലപ്പാട് ചെറുക്കോൾ പാടശേഖരത്തിലെ കർഷകരാണ് അപ്രതീക്ഷിത മഴ മൂലം ആശങ്കയിലായിരിക്കുന്നത്. 35 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിലെ നെല്ല് രണ്ടാഴ്ചയ്ക്കകം കൊയ്യാവുന്ന സ്ഥിതിയിലായിരുന്നു. പുല്ല് നിറഞ്ഞും കേടുബാധിച്ചും വിളവ് തീരെ മോശം അവസ്ഥയിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് മഴ പെയ്തത്. ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലും മഴ തുടരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ നെല്ല് മുഴുവൻ വെള്ളത്തിൽ മുങ്ങുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. നേരത്തെ വന്ന കാലവർഷം ഞങ്ങളുടെ വിളവെടുപ്പിനെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ള സ്ഥിതിയിലാണ്. മഴ പെയ്തതിനെ തുറന്നിട്ട് കണ്ടങ്ങളിൽ വരുന്ന വെള്ളത്തെ വലിയില്ല. എന്തായാലും അത് സൂര്യപ്രകാശം കിട്ടിയിട്ട് തന്നെ ഡ്രൈ ആവേണ്ട സ്ഥിതിയാണ്. പക്ഷേ അങ്ങനെയല്ലാത്തതുകൊണ്ട് നമ്മൾ കതിര് മാത്രം കൊയ്തെടുക്കാൻ നിർബന്ധിതമാവും. ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ കൊയ്യാൻ തന്നെ പറ്റുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ ചെയ്ത ഒരു കൃഷിയാണ്. ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായിട്ട് ചെയ്തു വരുമ്പോൾ ഡബിൾ കോളിന് പ്രത്യേക ധനസഹായം സർക്കാർ തന്നിരുന്നു. ഒരു ഹെക്ടറിന് 20,000 രൂപ. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് അത് ലഭിക്കുന്നില്ല. പ്രയാസപ്പെട്ട് ഡബിൾ കോളൊക്കെ ചെയ്യുന്ന കർഷകർക്ക് അർഹമായിട്ടുള്ള സഹായം കൊടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിളനഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിന് സഹായം കൂടി നൽകുന്നതിന് മാത്രമാണ് ഈ തൃശ്ശൂർ കോൾ നിലങ്ങളിൽ ഇരിപ്പൂ കൃഷി ചെയ്യാനായിട്ട് കഴിയുള്ളൂ. രണ്ടാം പൂ കൃഷി ഇറക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന കർഷകരും പാടശേഖര സമിതിയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൃഷി ഇറക്കിയിരുന്നത്. രണ്ടാം പൂ കൃഷിയുടെ നഷ്ടം നികത്താനായി കൃഷിവകുപ്പ് നൽകുന്ന ഹെക്ടറിന് 20,000 രൂപ വീതമുള്ള ഇൻഷുറൻസ് തുകയും കഴിഞ്ഞ 2 വർഷമായി കർഷകർക്ക് കിട്ടിയിട്ടില്ല. കൃഷിവകുപ്പ് ഇടപെട്ട് അടിയന്തരമായി ധനസഹായം നൽകി നെല്ല് കൊയ്തെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശ്ശൂർ.